കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയെന്ന കേസിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ അന്വേഷണം കടുപ്പിക്കാൻ പോലീസ് ഇന്റർപോളിന്റെ സഹായത്തോടെ അമേരിക്കയിലെ ഫേസ്ബുക്ക് ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ തേടും. ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ആധികാരികത ഉറപ്പുവരുത്താനാണ് നടപടി. വിവരങ്ങൾ തേടാൻ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയിട്ടുമുണ്ട്. VS അനു കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനു, പോലീസിന്റെ നീക്കം എന്താണ് ഇക്കാര്യത്തിൽ? 2023 ഒക്ടോബറിലുണ്ടായ കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ രീതിയിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ക്രമസമാധാനങ്ങളൊക്കെ അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമെന്നായിരുന്നു അന്ന് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഒരു സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമായി അതിനെ വിലയിരുത്തിയിരുന്നു. ഏതായാലും അന്ന് കളമശ്ശേരി സെൻട്രൽ പോലീസ് 2 FIRകൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിന്റെ വിശദാംശങ്ങൾ മെറ്റയോട് ചോദിച്ചിരുന്നു. പക്ഷെ മെറ്റ ഇതുവരെയ്ക്കും നൽകിയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനോട് ഈ ഇന്റർപോളുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഫേസ്ബുക്ക് ആസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി തേടിയത്. അതിനുള്ള അനുമതി ആഭ്യന്തര വകുപ്പ് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ശരി അനു.